എവരിവൺ. എൻ്റെ സൗണ്ട് കുറച്ച് കേൾക്കുന്നതിന് എല്ലാവരുടെ അടുത്തും ഞാൻ ക്ഷമ ചോദിക്കുകയാണേ. ഇതിന് മാക്സിമം ഞാൻ സൗണ്ട് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടേ. ഇനി അടുത്ത് നമുക്ക് സ്ലീവ് എങ്ങനെ തയ്ക്കുന്നതെന്ന് നോക്കാം. സ്ലീവ് തുണി ഇതുപോലെ എടുത്തിട്ടിട്ട് അകവശം മാർക്ക് ചെയ്യുക. ഒരു പീസിൻ്റെ ഒരു പീസ് അടുത്ത് ഇതുപോലെ എടുത്ത് വച്ചിട്ട് ആദ്യം തുമ്പ് ശകലം മടക്കുക. ഒരടി ഇതുപോലെ മടക്കി അടിക്കണം. വലിയ തയ്യലിട്ടാൽ മതി കേട്ടോ. വലിയ തയ്യലിട്ട് ഇത് മടക്കി അടിക്കണം. എന്നിട്ട് നമുക്ക് അവിടെ വെച്ച് വീണ്ടും ഒന്നുകൂടെ മടക്കി അടിക്കണം. അതും വലിയ തയ്യലിട്ടാൽ മതി. വലിയ തയ്യലിടുന്നത് എന്തിനെന്ന് വെച്ചാൽ നമ്മൾ ഹെമ്മിങ് ചെയ്യുമല്ലോ. കൈയിൻ്റെ തുമ്പ് ഹെമ്മിങ് ചെയ്യുമ്പോഴത്തേക്ക് ഹെമ്മിങ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വലിയ തയ്യലിനെ അങ്ങ് പിരുത്ത് മാറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വലിയ തയ്യലിട്ട് കൈയിൻ്റെ തുമ്പ് അടിക്കുന്നത്. അപ്പോൾ ഹെമ്മിങ് ചെയ്യാൻ നമുക്ക് ആ സമയത്ത് നമുക്ക് മടക്കിക്കൊണ്ടിരിക്കണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. രണ്ട് കൈയും അതുപോലെ തയ്ക്കണം. എന്നിട്ട് ഇനി ഫ്രണ്ട് പാർട്ടിൽ കുഴിച്ച് വെട്ടണമല്ലോ കൈ. അപ്പോൾ അതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും കൂടെ ഇങ്ങനെ ഒരുമിച്ച് വയ്ക്കണം. നല്ല വശവും കൂടെ ഇതുപോലെ ഒരുമിച്ച് വച്ചിട്ട് നമ്മൾ സെൻറ്റർ ഇതെല്ലാം കറക്റ്റാണ് വച്ചതിന് ശേഷം നമ്മൾ ഒരു സൈഡ് കുഴിച്ച് വെട്ടണം. കണ്ടോ? ഇതുപോലെ ഒരു അര ഇഞ്ച് ഇതിൽ ഇങ്ങനെ കുഴിച്ച് വെട്ടണം. അപ്പോൾ ഇങ്ങനെ കുഴിച്ച് വെട്ടുമ്പോഴത്തേക്ക് നമുക്ക് സൈഡ് മാറിപ്പോകത്തില്ല. എന്നിട്ട് നമ്മൾ തുമ്പൊക്കെ അടിച്ചിട്ട് ഇതൊക്കെ വെട്ടിയതിന് ശേഷമാണ് നമ്മൾ തുമ്പൊക്കെ മടക്കി അടിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചിലപ്പോൾ സൈഡ് മാറിപ്പോയെന്നിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ സൈഡ് മാറിപ്പോകത്തില്ല, കറക്റ്റായിട്ടിരിക്കും. ഇതുപോലെ ഒരു നോച്ചസും കൊടുക്കണം. ഇനി അടുത്ത് നമുക്ക് ഫ്രണ്ട് പാർട്ട് തയ്ക്കാം. നമുക്ക് ഡോട്ട് ഇതിൻ്റെ മെയിനാണല്ലോ, മെയിൻ ഭാഗമാണല്ലോ. ഇതുപോലെ നല്ല വശവും ഇതുപോലെ വയ്ക്കുക. നിങ്ങൾക്ക് സൈഡ് മാറിപ്പോകാതിരിക്കാനാണ് ആദ്യം ഇങ്ങനെ വെച്ച് കാണിക്കുന്നത്. എന്നിട്ട് ഒരു സൈഡ് അങ്ങോട്ടും ഒരു സൈഡ് നമ്മൾ ഇങ്ങോട്ടുമാണ് വയ്ക്കേണ്ടത്. അങ്ങനെ വെച്ച് വേണം വെച്ചാൽ, കാരണം നിങ്ങൾക്കത് മാറിപ്പോവാം. തുടക്കക്കാർക്ക് അത് പെട്ടെന്ന് മാറിപ്പോവും. അങ്ങനെ മാറിപ്പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിത് ഈ കോണ് പോലെ വച്ചിരിക്കുന്നത് കണ്ടോ? ഈ കോണ് പോലെ വച്ചിരിക്കുന്നത് ആ കോണിൻ്റെ അവിടെ ഇതുപോലെ കറക്റ്റാണ് വയ്ക്കുക. കണ്ടോ? ഇങ്ങനെ വരത്തക്ക രീതിയിൽ മടക്കണം. വരത്തക്ക രീതിയിൽ മടക്കിയതിന് ശേഷം നമ്മൾ അവിടെ ഡോട്ടിന് വേണ്ടിയിട്ട് ആ തുമ്പ് കണ്ടോ ഷാർപ്പ് കറക്റ്റ് അങ്ങനെ വയ്ക്കണം. വച്ചതിന് ശേഷം നമ്മൾ 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് 3 ഇഞ്ച് ഇതുപോലെ ചരിച്ച് വെച്ചിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. കണ്ടോ? ഇതുപോലെ ചരിച്ച് വെച്ച് 3 ഇഞ്ച്. ഇപ്പോൾ എത്രയാണ്? 1.5യും 3ഉം. 1.5 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തു. അവിടെ നിന്ന് 3 ഇഞ്ച് നേരെ അങ്ങോട്ട് ചരിച്ച് മാർക്ക് ചെയ്തു. ഇനി അതിൻ്റെ മീതെ കൂടെ നമുക്ക് തയ്ക്കാം. ചെറിയൊരു കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് നേരെ തയ്ക്കുക. ആ വരച്ചിരിക്കുന്നതിൻ്റെ മീതെ കൂടെ തയ്ക്കുക. അവിടെ നമുക്ക് 2 തയ്യൽ കൊടുക്കാം കേട്ടോ. 2 തയ്യൽ കൊടുക്കാം. എന്നിട്ട് ഇനി അടുത്ത ഡോട്ട് ഇടുന്നത് എവിടെയാണ്? ഇനി അടുത്ത പീസിൽ. അപ്പോൾ ഒരു പീസ് നമ്മൾ ഇങ്ങോട്ടല്ലേ വെച്ചത്, അപ്പോൾ ഒരു പീസ് അങ്ങോട്ടാണ്. അപ്പോൾ ഇത് പുറത്ത് വന്നെങ്കിൽ അത് അകത്തോട്ട് പോവുക. ചെറിയ സൈഡ് മാറിപ്പോവാതെ നോക്കണം കേട്ടോ. അവിടെയും ഇതുപോലെ 1.5 ഇഞ്ചും 3 ഇഞ്ചും വെച്ച് മാർക്ക് ചെയ്യുക. ഒന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. അവിടെ നിന്ന് നേരെ ചരിച്ച് 3 ഇഞ്ച്. മാർക്ക് ചെയ്തു. അത് ഇതുപോലെ കെട്ടിട്ടിട്ട് അതിൻ്റെ മീതെ കൂടെ തയ്ക്കണം. അവിടെ 2 തയ്യൽ കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത ഡോട്ട് നമുക്ക് എടുക്കണ്ടേ? അതെവിടെയാണ് എടുക്കുന്നത്? ഇത് സെൻറ്ററിൽ അവിടെ ഇങ്ങനെ എടുത്തു. ഇനി അടുത്ത ഡോട്ട് എടുക്കുന്നത് നമ്മളിത് കഴുത്ത് വരുന്നുണ്ടേ, ആ കഴുത്ത് വരുന്ന ആ സൈഡിൽ ഹുക്കൈയൊക്കെ വയ്ക്കുന്ന ആ സൈഡ് നേരെ ഇതുപോലെ സെൻറ്റർ മടക്കുക. നേരെ ഇതുപോലെ സെൻറ്റർ മടക്കിയതിന് ശേഷം നമ്മൾ 1/4 ഇഞ്ച്, അവിടെ ഒരു 1/4 ഇഞ്ച് നീളം വന്നിട്ട് 3 ഇഞ്ച് മതി.
അവിടെയും നമുക്ക് 3 ഇഞ്ച് മതി. 1/4 ഇഞ്ച് വീതിയിലും 3 ഇഞ്ച് നീളത്തിലും ഇതുപോലെ വരയ്ക്കണം. 1/4 ഇഞ്ച് വീതി, 3 ഇഞ്ച് നീളം. ഇതുപോലെ വരച്ചിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ എത്ര 2 ഡോട്ടായില്ലേ? ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഇടാം. അപ്പോൾ അതേണ്ട നമ്മൾ നടുക്കത്തെ ഈ ആ പീസ് വെച്ചിട്ട് സൈഡിലും വയ്ക്കുമ്പോൾ കണ്ടോ അവിടെ ഇങ്ങനെ വരുന്നത് കണ്ടോ? അവിടെ ഇങ്ങനെ കുഴി പോലെ വന്നത് കണ്ടോ? അങ്ങനെ വരുന്നതിൻ്റെ നേരെയാണ് നമ്മൾ കണ്ടോ അതുപോലെ കുഴി വരുന്നതിൻ്റെ നേരെയാണ് നമ്മൾ കൈക്കുഴിയുടെ ഭാഗത്ത് അടുത്ത ഡോട്ട് എടുക്കാനായിട്ട്. അതുപോലെ നേരെ വെച്ചിട്ട് അവിടെയും 1/4 ഇഞ്ച് 3 ഇഞ്ച് നീളം മതി. അവിടെയും 1/4 ഇഞ്ച് വീതി 3 ഇഞ്ച് നീളം. ഓക്കെ, ഇതുപോലെ വരയ്ക്കും. അപ്പോൾ 3 ഡോട്ടും ആയി. കണ്ടോ? ഇനി അതുപോലെ അടുത്ത പീസിലും ചെയ്യണം. അവിടെയും കഴുത്തിൻ്റെ ആ ഭാഗത്ത് സെൻറ്റർ നോക്കി ഇതുപോലെ 2ആയിട്ട് മടക്കി 1/4 ഇഞ്ച് വീതിയും 3 ഇഞ്ച് നീളവും. അതുപോലെ നമ്മളിത് ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് ആ ഗ്യാപ്പ് കണ്ടോ? അപ്പോൾ അടുത്ത ആ കൈക്കുഴിയുടെ ഭാഗത്ത് നമുക്ക് എവിടെയാണ് ഡോട്ട് എടുക്കേണ്ടതെന്നുള്ള സംശയം വരത്തില്ല ഇങ്ങനെ നോക്കിയെടുക്കുമ്പോഴത്തേക്ക്. ഇത്രയാണ് നമ്മൾ ഫ്രണ്ട് ഡോട്ട്. അവിടെ 1.5 ഇഞ്ച് 3 ഇഞ്ച്, അത് കഴിഞ്ഞ് കഴുത്തിൻ്റെ അവിടെ സെൻറ്റർ നോക്കിയിട്ട് അവിടെയും അതുപോലെ 1/4 ഇഞ്ച് 3 ഇഞ്ച്. അവിടുന്ന് ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് കൈക്കുഴിയുടെ അവിടെയുള്ള ഡോട്ടിൻ്റെ ഉള്ള സ്ഥലം കിട്ടും. ഓക്കെ, താങ്ക് യു.